Bali, 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 Namaste Bali, 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 Namaste Bali. Bali, 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 Bali. Bali, 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 Namaste Bali, 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 Namaste Bali. Namaste Bali, Namaste Bali, Namaste Bali, Namaste Bali. Namaste, Namaste. നമ്മുടെ പുഴക്കൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാ മതി. അവിടുന്ന് കാണാവുന്നേ. വേഗം വാ, ചടങ്ങ് ഇപ്പൊ തുടങ്ങും. നീ ഇവിടെ നിൽക്കുവാണോ? ചെക്കനെ കൂട്ടിൽ എത്താറായി. പെണ്ണിന്റെ ഒരു ഇനിയും കഴിഞ്ഞില്ലേ? ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. മനസ്സമ്മത്തിന് എങ്ങനെയാണെങ്കിൽ കെട്ടിന്റെ എന്താവും? പണ്ടങ്ങാണ്ട് പഠിക്കാൻ വിട്ടോ? 8 വരെ പോയി 8 തോറ്റ്. എന്ത് എടാ ജോർജ്, എന്താ എടാ എല്ലാം ഓക്കെ ആണോ? അച്ഛാ, സാധാരണ രാവിലെ തന്നെ ഞാൻ എത്തിച്ചു. ചിക്കൻ ബീഫ് ഇപ്പം കൊടുത്തേ ഉള്ളൂ. ഇവരൊക്കെ രാവിലെ അടി തുടങ്ങിയില്ലേ? ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ച മനസ്സമ്മതത്തിന്റെ കാര്യമാണ്. സമാധാനമുണ്ടല്ലോ. ഞാൻ വേഗം വാ, ചടങ്ങ് ഇപ്പൊ തുടങ്ങും. അച്ഛാ, ഞാൻ ഗ്ലാസ് വെച്ചിട്ട് ഇപ്പം ഗ്ലാസ് പോവല്ലേ? എവിടെ പോവാ? ഇതൊക്കെ കുറെ സമയം പിടിക്കും. നമ്മുടെ വിക്കത്തല്ലേ നടത്തുന്നത്. എടാ ജോർജ്, വരാച്ചായ വാ. കുഞ്ഞാടുകളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ചക്കാലക്കൽ ആൻഡോമകൾ അന്യമയും ഒന്നുമില്ല ചായ, ടെൻഷൻ പൂവത്തിങ്കൽ
കറിയാച്ചൻ മകൻ ചാണ്ടിയുടെയും മനസമ്മതത്തിനാണ്. പൂവത്തിങ്കൽ കറിയാച്ചൻ മകൻ ചാണ്ടിയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഈ കൊച്ചിനെ കിട്ടിയതേ നമ്മുടെ മോന്റെ ഭാഗ്യ. ഇവൻ ഇതിനേക്കാൾ നല്ല പെണ്ണിനെ കിട്ടിയനെ. നമ്മുടെ ചാണ്ടിക്കുഞ്ഞെ തങ്കക്കുടമാ, തങ്കക്കുടം. ചക്കാലക്കൽ ആൻഡോ മകൾ അന്നമ്മയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഇനി നമുക്ക് മോതിരമാറ്റ ചടങ്ങുകളിലേക്ക് കടക്കാം. ഓ വിട്ടില്ല ഞാൻ. ഡോണ്ട് കൺട്രോൾ. ഒരാഴ്ച കൂടി കൺട്രോൾ ചെയ്യൂ. ഇനി എനിക്ക് മൊത്തത്തിലൊന്ന് അഴിച്ചു പണിയണം. ചടങ്ങുകൾ പൂർത്തിയായി. ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം. വേഗം ഇതൊക്കെ കൊണ്ട് വെക്കടാ, ഭക്ഷണം തീർന്നു പോകും. ആള് കൂടുതലാണ്. ബിരിയാണി ഇഷ്ടമാണോ? എനിക്കും ഭയങ്കര ഇഷ്ട. എന്താണ് ജോജിക്കുട്ടി, ചേച്ചിയുടെ മനസ്സമ്മതത്തിനെങ്കിലും നിനക്ക് മര്യാദക്കിരുന്നു കൂടെ? താൻ പോടോ. കർത്താവേ, എന്ത് ദൈവഭയത്തോടു കൂടിയാണ് ആൻഡോ അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ചോ ഭക്ഷണം. ഓ വാടാ, തീർന്നു പോകും. അതെ, ഇത് എത്ര പവന്റെയാ? ഇതെന്തിനാ നാണിക്കുന്നേ? നാണൊക്കെ ഞാൻ മാറ്റും. ഇതിപ്പോ പള്ളിപ്പറമ്പായി പോയോണ്ടാ, ഞാൻ കാണിച്ചു തരായിരുന്നു. ഇതൊക്കെ നോക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ സംസാരിച്ചിട്ടാണ് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോകേണ്ടത്. ഇതിനൊക്കെ നാണിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. സ്പെഷ്യൽ കോച്ചിങ് എടുത്തിട്ടുണ്ട്. അവര് നമ്മളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. നീ ചിരിച്ചോ? എന്തായി ചേട്ടായി നമ്മുടെ കാറിന്റെ കാര്യം? ബുക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടിന്റെ അന്ന് അവള് വരുന്നത് അതിലായിരിക്കും. അത് നന്നായി. സ്വർണം പിന്നെ ചേട്ടായി നോക്കിയേ വാങ്ങുമെന്ന് എനിക്കറിയാം. പിന്നെ ക്യാഷ് അത് കല്യാണത്തിന്റെ അന്ന് മതി. ചേട്ടാ എനിക്ക് അത്ര വിശ്വാസാ. അച്ചായ ടെൻഷൻ അടിക്കണ്ട അച്ചായ. കാറുണ്ട്, 20 ലക്ഷം ക്യാഷ് ഉണ്ട്, 101 പവൻ സ്വർണ്ണമുണ്ട്, പിന്നെ ഞങ്ങളുടെ സുന്ദരി പെണ്ണും ഉണ്ട്. നീ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇരിക്കും. എന്തൊരു സുഖം. ചേച്ചി പറഞ്ഞു കേട്ടില്ലേ? ഇങ്ങോട്ടിരി, പെണ്ണന്റെ മടിയിരുന്ന് ഫോട്ടോ എടുക്കുന്നു. ചിരിക്ക. ഓ ഈ പെണ്ണിന്റെ ഒരു കാര്യം, അവൻ തൊട്ടവളങ്ങ് അലിഞ്ഞു പോവോ? ഇങ്ങനെ നാണിച്ചിരുന്ന എങ്ങനെയാ? ആ ചെക്കനെ ന്യൂജിയാ. അത് നിനക്കെങ്ങനെ അറിയാം? അവന്റെ താടി കണ്ട് അറിയില്ലേ? അതെ, കുൽഫി ഇഷ്ടമാണോ? ബിരിയാണി ഉണ്ട്, എനിക്കിഷ്ട. വാങ്ങിച്ചേരാട്ടോ ഒരുപാട്. എടാ മൈക്കിളെ, നിന്റെ മദ്യപാനം കൂടുതലാണ്. നിനക്കും മദ്യപാനം കൂടുതലാണ്. അച്ഛൻ ഞാൻ കരയൊന്ന് എഴുന്നേറ്റ് പോവാവൂ. ഞാൻ ഈ ഇടവക വികാരിയാണ്. ഞാൻ ഇടയിലിരിക്കും. അതാ
അച്ഛനടുത്ത ആഴ്ച സമയമുണ്ട് അച്ഛാ. എന്തിനാണ്? എനിക്ക് അച്ഛനടുത്ത് പേഴ്സണലായിട്ടൊന്ന് കുമ്പസരിക്കും. നീ ഒരുമാതിരി വെള്ളം ഒടിച്ചോണ്ട് കുമ്പസാരക്കൂടിന്റെ പരിസരത്ത് വന്നു പോകരുത്. അച്ഛൻ അങ്ങനെയൊന്നും എന്നെ കുറ്റം പറയരുത്. പണ്ട് കാനഡയിലെ കല്യാണത്തിന് കർത്താവ് വീഞ്ഞു കൊടുത്തതാ. കാനഡ അല്ലടാ, കാനായി. മുക്കറിയിടുവോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ചേട്ടായി. അപ്പൊ ശരി, കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കല്യാണത്തിന് കാണാം. പോട്ടെ. ആ മോളെ, ഇവരിറങ്ങാം. പോടാ. ഓക്കെ. ഒരു ഇനി ഒരാഴ്ചയോടെ എടാ. ഫോൺ എടുക്കണേ ഞാൻ ഈടോ, വിളിക്കും. പോയിട്ട് വരും. ആക്രാന്തം കാണിക്കണം. ചുമ്മാ. എൻ്റെ അമ്മ. മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ, രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ, നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നീ ചമയമിട് മനമകളെ, അണിഞ്ഞൊരുങ്ങ് തിരുമകളെ, ചുവടുകളാക്കി തങ്ക പെണ്ണിൻ കല്യാണത്തിൻ്റെ ചന്തം പകർന്നിടാം. മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ, രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ, നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നാണത്തിൽ നീ ഒഴിക്കല്ലേ, തിടുക്കത്തിൽ നടക്കല്ലേ.
വഴിയുണ്ടാക്കാം. പപ്പ 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 എന്തു പറ്റി? അമ്മച്ചി കരയുന്നുണ്ടല്ലോ. എന്താ സംഭവിച്ചത്? എന്താ അങ്കിൾ? പപ്പ പറ പ്ലീസ്, പറ പപ്പ പ്ലീസ് പറ. കർത്താവേ, ബ്രേക്ക് ഇല്ലേ? ആ കപ്പി ആ ഒരു ബ്രേക്ക് കഴിച്ചു കാണും. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സുഖം തന്നെയല്ലേ? ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. അല്ല, സ്ഥിതിയായിരിക്കട്ടെ. ആ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താണ് അവിടെ ആകെ ഒരു ബഹളം? ആ ചാണ്ടിയെ കുറിച്ച് അച്ഛൻ എന്താ അഭിപ്രായം? അവൻ നല്ല തങ്കപ്പെട്ട പയ്യനല്ലേ? സിഗരറ്റ് വലിക്കില്ല, കുടിക്കില്ല, നല്ല വിദ്യാഭ്യാസം, സുന്ദരൻ, എല്ലാം കൊണ്ട് നമ്മുടെ അന്നമ്മക്ക് ചേർന്നൊരു പയ്യൻ ആണല്ലോ. അതെ. എന്നാലേ അവന് നല്ല മുങ്ങി. മുങ്ങിയോ? ആ, വീട്ടിലൊരു കത്തെഴുതി വെച്ചിട്ട് അവനങ്ങ് മുങ്ങി. എന്നാലും എന്റെ കുഞ്ഞിനെ ഗതി വന്നല്ലോ. അവക്ക് താങ്ങാൻ പറ്റില്ല. ഓ, എനിക്ക് ഉറപ്പാ അവളിപ്പം പൊട്ടി പൊട്ടി കരയായിരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി. ചാണ്ടിക്ക് കളി കുറച്ച് കൂടുതലാ. എല്ലാരും ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അല്ല മോളെ, അവൻ ശരിക്കും പോയി. അച്ഛൻ പറഞ്ഞൊരു മോഡവല്ല സംഭവിക്കും. വാചം പറഞ്ഞ പോലെ അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ചേട്ടായിയല്ലേ പറഞ്ഞ കത്തെഴുതി വെച്ചിട്ടാണ് പോയെന്ന്? ഒന്നും മിണ്ടാതിരിടാ കുരുത്തം കെട്ടവൻ. അപ്പൊ നമ്പരായിരുന്നല്ലേ? എല്ലാരും പോയി തന്നാ മതി. മോളെ, അപ്പച്ചൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, പപ്പ പറഞ്ഞത് കേട്ടതിനാ എനിക്ക് കിട്ടിയത്. ആൻഡോ മോളെ അന്നമ്മേ, ഇത് പോളച്ചനാണ് പറയുന്നത്. മകളെ, പിതാവിന്റെ വാക്കുകൾ ധിക്കരിക്കുന്നത് പാപമാണ്. അത് ദൈവം പൊറുക്കില്ല. നീ വാതിൽ തുറന്ന് പുറത്തു വരൂ. നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. മകളെ, നീ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനത് കൂട്ടിപ്പൊളിക്കും. തുറക്കാനാണ് പറഞ്ഞത്. എന്നെ കൊണ്ട് അത് ചെയ്യരുതാ. അകത്ത് കയറി തന്നെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ആൻഡോ, രണ്ടു മക്കളെയും വളരെ ദൈവഭയത്തോടു കൂടിയാണ് വളർത്തിയിരിക്കുന്നത്. നീ എന്തെങ്കിലും ഒന്ന് പറ. വേണമെങ്കിൽ അപ്പച്ചനെ ചീത്ത വിളിച്ചോ. എന്നാലും മിണ്ടാതിരിക്കല്ലോ പോലെ. അപ്പച്ചനെ പേടിയായിട്ടാ. എനിക്ക്
അവളിന്റെ വല്ല അവയോഗവും കാണിക്കുവോ? ഞാൻ സംസാരിക്കാം. മോളെ അന്നമ്മ അലമാരയുടെ മുകളില് എലിവിഷം വെച്ചിട്ടുണ്ട്. എന്റെ മോക്കതെടുത്ത് കുടിക്കാൻ തോന്നും, പക്ഷെ എന്റെ മോളെടുത്ത് കുടിക്കരുത്. നിന്റെ ജോർജ് എത്താനെ പറയണ. ഈശോ, ജോജി, എന്ത് പറ്റി മോനെ? ജോജി മോനെ. എന്നെ നോക്കി നിൽക്കാതെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ. മോനെ ഒന്നുമില്ല ജോർജ്. അച്ഛനെന്തോ കുഴപ്പങ്ങൾ. ഒരു പോക്കളെയും വിളിക്കായിരുന്നു. നല്ല കനം. പറ്റുന്ന പണിക്ക് പോയാ പോരെ എന്റെ ജോജിക്കുട്ടാ. ആളുകൾ പറഞ്ഞു ചേച്ചി സൂയിസൈഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. ഞാൻ രക്ഷിക്കാൻ വന്നതാ. പക്ഷെ വിചാരിച്ച പോലെ വാതിൽ പൊളിഞ്ഞില്ല. കാലം ശരിയാവട്ടെ. ആ ചാണ്ടി തപ്പിപ്പിടിച്ച് അവനെ നട്ടൽ ഞാൻ തല്ലോടിക്കും. എന്റെ ജാക്കി ചാൻ തൽക്കാലം ഉറങ്ങാൻ നോക്ക്. കാല് സൂക്ഷിക്കണേ. എന്റെ ജോർജ് ജോർജ് ചെറുക്കം പോലെ ഞങ്ങൾക്ക് വിഷമല്ലോ. താനും തന്റെ ആൾക്കാരും ചെന്ന് എത്ര പുള്ളാൻ അടിച്ചു തീർത്തെന്നറിയോ? തന്റെ പുളിക്കലെ കളവന ചാച്ചനുണ്ടല്ലോ, അയാൾ മാത്രം അടിച്ച് 2 ഫുള്ള്. 2 ഫുള്ള്. ജോർജ്, എനിക്ക് ദണ്ഡമുണ്ട് ഏട്ടായി. ആൻഡോ, ഞാൻ പറയുന്നത് കേക്ക്. അവൻ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെയും പറ്റിച്ചു. എനിക്കിനി അങ്ങനെ ഒരു മകനില്ല. തന്നോട് മാപ്പ് പറയാനാണ് ഞാൻ വന്നത്. വേണോ തന്റെ മാപ്പ്? നാട്ടുകാരുടെ മുമ്പിലേ ഞങ്ങളുടെ കുടുംബം നാണം കിട്ടും. അതുകൊണ്ട് എനിക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ മോളുടെ മൂത്ത് നോക്കാൻ പറ്റണ്ടായി. അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലടോ. താൻ തന്റെ മോന് വേണ്ടി മുട്ടിപ്പോയി പ്രാർത്ഥിച്ചോ. ഞങ്ങളുടെ കയ്യിൽ അവനെ കിട്ടിയാലേ കുഴിച്ചു മൂടാൻ ബാക്കിയുണ്ടാവില്ല. അതിനെ നിങ്ങള് കൈ കിട്ടിയാ ഞാൻ തന്നെ അവനെ കൊല്ലും. കോംപ്ലിമെന്റ്സ് ഫ്രം മണികണ്ഠൻ മോട്ടോഴ്സ്. സാർ ഓർഡർ ചെയ്ത വണ്ടി മോടെ കല്യാണം കണ്ട് MD നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി വെഡിങ്. താക്കോൽ കൊടുത്തിട്ട് പോടും. കർത്താവേ, ഇത് താക്കോലോ അതോ പങ്കായോ? ആൻഡോ, എനിക്ക് വിഷമമുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് സഹായിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. കറിയാച്ച ഇപ്പൊ വരുന്ന ദേഷ്യത്തിനെ തന്റെ മൊട്ടത്തല ഞാൻ തല്ലി പൊട്ടിച്ചെന്നെ. പക്ഷേ ഇപ്പൊ എന്റെ മക്കൾക്ക് എന്നെ വേണം. അതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെറുതെ വിടുന്നു. അച്ചോ, ആൻഡോ ഇനി ഇവിടെ താൻ നിന്നാൽ തിരുവസ്ത്രത്തിന് ചേരാത്ത പലതും എന്റെ വായിന്ന് വീഴും. ഒരു വൈദികനെ കൊണ്ട് വൈദ്യ കൊലവറി പാടിപ്പിക്കണോ? അറിയാച്ച വേണ്ട അച്ചോ. അച്ചോ, ഈ ശോമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. തൽക്കാലത്തേക്ക് സ്തുതിയായിരിക്കട്ടെ. മോളെ കാണാനില്ല. ഞാൻ വീട് മുഴുവൻ നോക്കി, എങ്ങും ഇല്ല.
എന്തൊക്കെയായിരുന്നു? 20 ലക്ഷം ക്യാഷ് ഉണ്ട്, 101 പവൻ ഗോൾഡ് ഉണ്ട്, കാറുണ്ട്, ഒലക്ക പിണ്ണാക്കുണ്ട്. പോയില്ലേ എല്ലാം? മോളെ, ചാണ്ടി എവിടെ? മോളെ, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയാമെങ്കിൽ ഞാൻ അവനെ എൻ്റെ ഈ കൈ കൊണ്ട് കൊന്നേനെ. മോക്കറിയോ ഞങ്ങൾ രണ്ടുപേരും? അമ്മച്ചിയോട് അവൻ പറഞ്ഞു കാണും. എന്തിനാ അവൻ എന്നോട് ഇത് ചെയ്തതെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? അവൻ എന്നെ പറ്റി എന്തെങ്കിലും ചോദിച്ചോ? എടീ പറ, അവനെവിടെയാ? മോള് പേടിക്കണ്ട, അവൻ എവിടെയാണെങ്കിലും തന്നെ. പേടിപ്പിച്ച് കളഞ്ഞാലും മോളെ. ഞങ്ങൾ പോലീസിനെ വിളിക്കാനിരിക്കുകയായിരുന്നു. നീ എങ്ങോട്ടാ മോളെ പോയത്? ചാണ്ടിയുടെ വീട്ടിലേക്ക്. വേണ്ട, അവൾ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. നിങ്ങളൊക്കെ ഇറങ്ങാൻ നോക്ക്. അല്ലേട്ടാ, ഈ ഒരവസ്ഥയില് മോനെ, പങ്കുവെക്കാൻ ഇവിടെ സന്തോഷമൊന്നുമില്ല. വിഷമം പങ്കുവെച്ച് ശീലവുമില്ല. ഇത് ഈ വീട്ടിലെ പ്രശ്നമാണ്. അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ നിങ്ങളൊക്കെ വിളിപ്പുറത്തുണ്ടല്ലോ. ഇരിക്കുമോ അവൾക്ക്? ഇതാ, ഞാൻ ബാലിയിലേക്ക് പോവാ.
അതെവിടെയാ? ഇന്തോനേഷ്യയിലുള്ളൊരു സ്ഥലമാ. ഇന്തോനേഷ്യയോ? നീ എന്തിനാ മോളെ അങ്ങോട്ട് പോകുന്നത്? എനിക്ക് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ ഉണ്ട്. ജോലി വേണമെങ്കിൽ അപ്പച്ചനോട് പറ, നമുക്കിവിടെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ട്രൈ ചെയ്യാം. എനിക്കിവിടെ നിന്ന് മാറി നിൽക്കണം പപ്പ. ടെൻഷൻ അടിക്കണ്ട. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്. അവളാ ഈ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞാ ഉടനെ ഞാൻ തിരിച്ചു വരും. എന്നാ ഞാനും വരാം. വേണ്ട പപ്പ, ഇത് എന്റെ മാത്രം ആവശ്യമാ. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം. മോളെ പ്ലീസ്. എന്തായി? അവൾ എന്തായാലും പോകും. നിങ്ങളപ്പോ എന്നാ പോന്ന്? ഞാനില്ല, പിന്നെ അവൾ ഒറ്റയ്ക്ക് പോകുന്നു. അയ്യോ, അതെങ്ങനെ ശരിയാവും? മേരി, അവളിപ്പോ കൊച്ചു കുഞ്ഞൊന്നുമല്ല. ഇവിടെ ഇരുന്ന് എല്ലാവരുടെയും സഹതാപം കാണുന്നതിലും ഭേദം മാറി നിൽക്കുന്നതാ. അവളുടെ മനസ്സൊന്ന് തണുക്കും. ഞാനും വരട്ടെ ചേച്ചിയുടെ കൂടെ? എന്തിനാ? ചേച്ചിയുടെ ബോഡി ഗാർഡ് ആവാനാ? ഏയ് അതല്ല, ഞാൻ ഈ ഗൂഗിളിൽ ബാലിയെ പറ്റി സെർച്ച് ചെയ്തപ്പോഴാണ് അറിയുന്നേ. എന്ത്? നല്ല കിടിലൻ സ്ഥലമല്ലേ? പഴയ അമ്പലങ്ങള്, ബീച്ച്, കാട്, ക്ലബുകള്, മസാജ് പാലസ്. ഓ, അയ്യടാ, ചെക്കൻ്റെ ഒരു മോഹം. വേഗം വരണേ. Bali, 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 Bali. Bali, 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 Bali. Bali, 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 Bali. Namaste, Bali. Bali, 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 Bali. Bali, 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 Bali. Bali, 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 Bali. Namaste, Bali. Welcome to Bali, madam. Thank you. Can I have a dress, madam? One second. Bali, 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 Bali. Bali, 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 Bali. Bali, 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 Bali. Namaste, Bali. Bali, 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 Bali. Bali, 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 Bali. Bali, 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 Bali. Namaste, Bali. എന്റെ ബാഗ്. എന്റെ ബാഗ് മാറിപ്പോയി. What, madam? My bag. It's not my bag. Go airport, please. My bag, airport. It's not my bag. Go fast, please. Go fast. Ayyo. Sorry, still no answer, madam. Please don't be depressed, madam. We will contact the owner of bag as soon as possible. My God, എന്താ ചെയ്യാ? There's a lot of money and an important address in that bag. Oh, that's really pity, madam. Please try to make some alternate arrangements for the time being. We will work something out. Would you like to call somebody? Namaste, Bali. No. Oh, oh, Bali. Bali, 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 Bali. Bali, 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 Yeah. Bali, Bali. Bali, Bali, Any Bali, hotel? Bali. Cheap rate? Namaste, Bali. Bali, 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 Okay. Bali, Bali.
Bali, 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 Namaste Bali. Bali, 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 Namaste Bali. 140. Bali, 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 Bali. Thank you, ma'am. Bali, 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 Namaste Bali. Oh, oh, Bali. Namaste Bali. Namaste Bali. Hello. Hello. Welcome. Any room available? The available room. Could you please fill the form, madam? And may I have your passport, please? Thank you very much. Take this. Yeah. Room number 103. Thank you. Welcome. Kupu Kupu Malam. What? Kupu Kupu Night. Malam. Malam? Butterfly. Me? Butterfly? Yes. Thank you. കഴിച്ചോ? ദാ അവളാ. ഹലോ മോളെ, അവിടെ എത്തിയോ? അസുഖമൊന്നുമില്ലല്ലോ? സുഖല്ലേ മോളെ? ഹോട്ടൽ എങ്ങനെയുണ്ട് മോളെ? നീ പിശുക്കൊന്നും കാണിക്കണ്ട. നല്ല ഹോട്ടൽ നോക്കി റൂം എടുത്താൽ മതി. ഇപ്പൊ താമസിക്കുന്ന ഹോട്ടല് വൃത്തിയുള്ളതല്ലേ മോളെ? ആ, നല്ല വില കൂടിയ റൂമാവുമ്പേ ഈ ലോ ക്ലാസ്സുകളുടെ ശല്യമൊക്കെ കുറയും. അവിടെ അങ്ങനെയല്ലേ? വെള്ളവും വെളിച്ചൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ.
മണിക്കൂറായി. അയ്യോ, ഓക്കേ. മലയാളി. ഹായ്, ഐ എം ടോണി. അന്നമ്മ. അന്നമ്മേ? വായുടെ ഒറ്റക്കാണോ? അത് ഈ ഏരിയ അത്ര ശരിയില്ല, പെട്ടെന്ന് പട്ടിയായിക്കോ. ടോണി, എനിക്ക് എന്റെ ഹോട്ടലിൽ പോണം, പക്ഷേ വഴി അറിയില്ല. ഇവിടെ പണി കിട്ടൂടാ. അപ്പൊ ശരി, പോയി, ഞാൻ പോട്ടെ. അയ്യോ, എനിക്ക് ഹോട്ടലിൽ പോണം. ഞാനിപ്പോ എന്താ ചെയ്യാ? ആണോ? അതറിയാം മോളെ. വായ എവിടെ താമസിക്കണമെന്നറിയോ? ഇവിടെ കാശ ബ്രസീൽ. കാസ ബ്രസീൽ. ഇല്ല. Rehia, saya, oh mamam dia, belik kurite, kaya kaya, amile takina saya, oh mia kirehia, saya. ചോദിക്കണോണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. ശരിക്കും വായിക്കുന്നതാണ് ജോലി. I'm a nurse. I mean, I was. അത് നമ്മളെ പോലെ അന്തസ്സും ആഭിജാതിയുള്ള ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല. അതെന്താ? നമ്മുടെ ഈ ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് ഒക്കെ അതേപോലത്തെ ഒരു ഏരിയ ആണ്. ആ, മനസ്സിലായോ? അത് മാത്രമല്ല, അതുണ്ടാ അവിടെയൊക്കെ ഫുൾ സിനിമ കൊടുത്തു. മലയാളോ? നമ്മുടെ നാട്ടിലെ മറ്റേ ആസിഫ് അലി ഫാസ്റ്റ് ഫാസ്റ്റിലെ പടം പോലത്തെ പടമല്ല, പിന്നെ നല്ല ന്യൂ ജനറേഷൻ. എന്തോ വെച്ചാ ഞാൻ പഠിപ്പിച്ചു. ഇങ്ങോട്ട് This place not good. But that lady manager, very nice. Calls me butterfly. Butterfly? Night butterfly? Yes. Kupu malam? Yeah. അതിന്റെ മീനിങ് എന്താ പറയുക? വായിക്ക്. Prostitute. Hey, bye. You call me? You call me prostitute? You ugly potty dandy. Kupu malam. Lori. Kollu ഞാനിതാ. Get out. എന്റെ കർത്താവേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കാശ് വല്ലതും ഉണ്ടോ? കാശ് ആ ബാഗ് പോയി. എന്തായാലും ബൈ, വാ, നടപടി ഉണ്ടാക്കാം. പിടിച്ചേ, ബാ ബൈ. എന്നെ ഒരു ബ്രദറായിട്ട് കണ്ടാവുന്നു. ബാ, കേറുന്നു. വാ. Rehia, saya, oh mamam dia, belik kurite, kaya kaya, amile takina saya. അവളെന്താ അങ്ങനെ പറഞ്ഞത്? അത് കുഴപ്പമൊന്നുമില്ല, അത് വീട്ടിൽ പോയി അതങ്ങനെ സ്ഥലമാണെന്നത്. Amile takina saya, oh minate kupa, takina kumaka. Yes. Come on. Hey. Hey, Maga, what's up? Come here, നല്ല ടിപ്പ് കിട്ടും. ഇത് മുഴുവൻ ഹോട്ടലാ? ഇതൊക്കെ നമ്മുടെ ഏരിയ അല്ലേ? വേണ്ട. ഇതാണ് എന്റെ കമ്പനിക്കാരൻ ഗല്ലി. ഗല്ലിയോ? ഗല്ലി എന്ന് വെച്ചാൽ താമസിക്കുന്ന സ്ഥലം. അവർക്ക് ഈ ഹോട്ടലാണ് ജോലി. ടോണിക്ക് എന്താ ജോലി? ഞാൻ ചെഫ്.
ഷെഫ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടല്ലേ നമ്മ ചെറിയ ഷെഫൊക്കെ ആണെങ്കിലും റിച്ച് സെറ്റപ്പിലേ ജീവിക്കാറുള്ളു. ഇത് 2 റിനോവേഷൻ ഇട്ടായിരുന്നു ഞങ്ങൾ പിന്നെ അത്ര സ്റ്റേ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? വാ കമാ. ബൈ. എത്തിപ്പോയി. വാ വലത്തേക്കാലു ചോദിക്കും. ഒന്നും മേടിക്കണ്ട. നീ ഇവിടെ ഉണ്ടായിരുന്നോ? മൈക്കിളെ ഇത് അന്നമ്മ, അന്നമ്മേ ഇത് മൈക്കിള്. എല്ലാ കാര്യവും മൈക്കിൾ നമ്മുടെ ഫോറിനേഴ്സിനൊക്കെ മുങ്ങാൻ പഠിപ്പിക്കണം. സ്കൂബ ഡൈവിംഗ്. സ്കൂബ ഡൈവിംഗ് എന്നൊക്കെ പറയണത്, പക്ഷെ മീൻ പിടുത്തൊക്കെയാണ്. നീ എന്താണ് ഇവിടെ? அந்த റൂമിൽ തണ്ണി വരില്ലേ? ഹൂ യു സീ? ഇവളെന്റെ ഫ്രണ്ട്, പിന്നെ നമ്മുടെ എല്ലാരും റൂംമേറ്റും. ഓക്കേ, ഹായ്, ഐ ആം താര. ഇവിടെ നമ്മുടെ ഹോട്ടലിൽ തന്നെ ജോലി ചെയ്യണത്, മസാജ് തെറാപ്പിസ്റ്റ് ആണ്. ഓ, നീങ്ക മലയാളിയാ? ഞാൻ വന്ന് തമിഴ്. എനിക്ക് നിങ്ങൾ ആരെയും വേണ്ട, എനിക്ക് അന്നമ്മ മാത്രം മതി. അന്നമ്മ? ആഹാ, അന്നമ്മ കണ്ട ആ പേരിലുണ്ടൊരു തനിമ. അന്നമ്മക്കറിയാമോ, ഈ കച്ചറകളൊക്കെ മലയാളം പഠിപ്പിച്ച് ഞാൻ മടുത്ത്. ഇത്രയും കാലോട്ട് മര്യാദക്ക് ഴാന്ന് പറയാൻ കൂടി പഠിച്ചിട്ടില്ല. കഴുതകള് ഇനിയിപ്പോ സ്വന്തം ഭാഷ സംസാരിക്കുന്ന ആളല്ല. അയ്യോ, ചോദിക്കാൻ പറഞ്ഞു, നാടെവിടെയാണ്? കോട്ടയം. ആണാ? ഞാൻ ഫോട്ടോ വെച്ച്. അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കില്ല മച്ചാനെ, വിടൂല ഞാൻ. ഒരു മലയാളം കിട്ടി ഇപ്പോഴാണ് നമുക്ക് ഈ ബാലിയിൽ അങ്ങനെ അടിച്ചു പിടിച്ച് കൂടാനമ്മേ. ആ ടോണി, ഞാനിപ്പോ ഇവിടെ എത്തി. ബാഗ് കൈ കിട്ടിയ ഉടനെ ഞാൻ വിളിക്കാം. ഓക്കെ? യാ, താങ്ക് യു. How much? 100, ma'am. Yeah. Thank you. Thank you. Excuse me, Sunny. Inside. Inside? Okay. Mr. Sunny? Excuse me? हेलो. हाँ, फोटोस 2 बजे तक मिल जाएगा. हिंदी पानी पानी. मैं मेल कर दूंगा. अच्छा, शुक्रिया. हेलो, मेरा नाम अन्नमा हूँ. मेरा बैग सेठ ने बैग के साथ मारी पोई हूँ. You are an hour late. Okay? I new in the city. वही എനിക്ക് അറിയില്ല. वही हमको नहीं मालूम. मुझे नहीं मालूम. टाइम पोई. I don't care. Okay? Now I am in the middle of a job here, so please shut up until I finish this. Okay? ഞാൻ ഇതിനെ കടിച്ചു കീറാൻ വരുന്നേ. മോരടെ. Hello, ചേട്ടാ. ഭയ്യ, my bag please. You saw me working, right? I can carry your bag around. Okay? It's in my hotel. Come. Here. Please sir. Hello madam. ഞാൻ കടിച്ചു കീറൊന്നുമില്ല. വരൂ. മാതാവേ, ഇയാള് മലയാളിയാ? പണി വീണ്ടും പാളി.
ഇവിടെ എല്ലാവർക്കും സാറിനെ അറിയാമല്ലേ? കോൾ മീ സണ്ണി, ദാറ്റ്സ് മൈ നെയിം. ഇവിടെ ഓപ്പണായി നടക്കുന്ന ആനിമൽ റൈറ്റ്സ് വയലേഷൻ കവർ ചെയ്ത് വൈൽഡ് ലൈഫ് മാഗസിൻ അയക്കല എന്റെ ജോലി. നാച്ചുറലി ഐ എം എ നൊട്ടോറിയസ് ഹിയർ. You're back. താങ്ക് യു. Thank you. ബൈ ബൈ. എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. സോറി. സോ വാട്ട് ബ്രിങ്സ് യു ടു ബാലി? അത് പിന്നെ അപ്പൊ അടിച്ചു പൊളിക്കാനുള്ള വരവൊന്നുമല്ല. എന്തോ തേടിയുള്ള ഒരു യാത്രയിലാണ് താൻ. ഐ ക്യാൻ സീ ഇറ്റ് ഇൻ യുവർ ഐസ്. എനിക്ക് പോണം. താങ്ക് യു. ഹലോ. ചാണ്ടി മാഡം ബോയ്ഫ്രണ്ട്. Inside. Madam boyfriend? മാംഗല്യം തന്തുനാനിന പിന്നെ ജീവിതം ഇവക്ക് ഇത്രയും നല്ല കാലായിരുന്നു. ചന്തിയല്ല ചാണ്ടി. What is this taking so long? You have to clean the plates next. തിരുമ്പ പണിയിറങ്ങ എന്താ കുക്കിന്ന് വന്ന ഭൂതോ. ഫോട്ടോ കണ്ടില്ലേ? The guests will be arriving for the party soon. Hurry up, Chandi. How many times I've told you? My name is not Chandi. It's Chandi. In Malayalam, Chandi means... It suits you because you are an... Now stop whining and do your job, Chandi. ഞാൻ ചെയ്യും. അന്നമ്മ. നിന്നെ കൊല്ലാനുള്ള ദേഷ്യമായിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോ I don't know. Related. എനിക്ക് സന്തോഷായി ചാണ്ടി. ബൈ. You better Chandi. I will kill you. Come inside. കിടച്ചാ കിട്ടി. ബാഗ് മാറിയത് ഒരു മലയാളിയായിട്ടാ. ഒരു ജാട. അപ്പടിനാ തമിഴില് തിമിർ പിടിച്ച മച്ചാന്റെ ആടേന്നോട്ടാ നല്ല കട്ട കമ്പനിയാണ്. പിന്നെ മച്ചാന്റെ റേഞ്ച് വെച്ച് കുറച്ച് ആടെ കാണിക്കാം. കാണിച്ചാ കുറച്ച് കാണിച്ചു. അയാളെന്താ അത്രയ്ക്ക് വലിയ ആളാണോ? அவரு உலகமே தெரிஞ்ச அளவுக்கு பெரிய போட்டோகிராஃபர். அவரு பூமியில சுற்றாத ஊர் இல்லை.
ശരി പോവാം. എണീക്കടാ. അവളെ ഞാൻ ഇനി വന്ന് കണ്ടാ അത് മതി. ആ ഞാൻ പോവാണ്. പോവാനാ? ആ അതിനിപ്പോ ഒന്നല്ലേ ഉള്ളു. ഞാൻ വന്ന കാര്യം കഴിഞ്ഞു. ഇനി വെറുതെ നിന്നിട്ട് എന്തിനാ? തന്നെ പോലൊരു ഡിപ്രസിംഗ് ക്യാരക്ടറിനെ ഞാൻ എന്റെ ജന്മത്ത് കണ്ടു. എടോ താനിങ്ങി വന്ന് ഇങ്ങി വന്നേ. ആ എടോ ജസ്റ്റ് ലുക്ക് അറൗണ്ട്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലത്താ താനും. ദ ഐലൻഡ് ഓഫ് ഗോഡ്, ദ ഐലൻഡ് ഓഫ് ലവ്. പക്ഷേ ഇതൊന്നും മാഡത്തിന്റെ കണ്ണിപ്പെടില്ല. അങ്ങനെയൊന്നുമില്ല. ഇല്ല. എടോ ഇവിടെ വരെ വരാൻ പറ്റിയ തന്റെ ഭാഗ്യ. അതിനിങ്ങനെ പേടിച്ചു നിന്നിട്ട് കാര്യമില്ല. കുറച്ച് ധൈര്യമുള്ളവർക്ക് ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് പേടിയൊന്നുമില്ല. അവള് നല്ല ജോളിയാണ് മച്ചാനെ. ജോളിയോ? ഇവളോ? മച്ചാൻ പറഞ്ഞ ടെമ്പർ തെറ്റിക്കല്ലേ. ഓക്കെ ഓക്കെ, നാളത്തെ ഒരു ദിവസം താൻ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ബാലിയിൽ എങ്ങനെ പാർട്ടി ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഗിവ് മീ വൺ ഡേ. ഓക്കെ പറഞ്ഞേ. വെറുതെ മലയാളിയിലെ ബലയാളല്ലേ. ആ ഓക്കെ, ഞാൻ റെഡി. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. കുറച്ചു നേരത്തേക്ക് എന്നെ കണ്ണുമടച്ച് വിശ്വസിച്ചാൽ മതി. ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല. അമ്മച്ചി അറിഞ്ഞ എന്നെ തല്ലി കൊല്ലും. അതെന്താ മോള് സുന്ദരിയാവുന്ന അമ്മച്ചിക്ക് ഇഷ്ടമല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വേഷം കെട്ടുന്ന പറയാ. മാതാവേ, ഇങ്ങനൊക്കെ വേഷം കെട്ടിയാ എല്ലാവരും നോക്കും. നോക്കണമല്ലോ, അതല്ലേ നമ്മുടെ ലക്ഷ്യം. അന്നമ്മേ, ഒരു പെണ്ണായാൽ ആണിനെ ആകർഷിക്കണം. അത് പ്രകൃതിയുടെ നിയമമാണ്. ഏതൊരു പെണ്ണിലും ഒരു ബാലി ഉറങ്ങിക്കിടപ്പുണ്ട്. ഒരു പെണ്ണവളുടെ സൗന്ദര്യവും ബുദ്ധിയും ഒരുപോലെ ഉപയോഗിച്ചാൽ മുൻപിൽ നിൽക്കുന്ന ഏതൊരാണിന്റെ പകുതി ശക്തി അവൾക്കാ. Yeah, this is her dress. Yes, ready. Thank you. പ്രിപ്പയർ பண்ணணும்ல. പ്രിപ്പയർ பண்ணാനാ ആഗ്രഹമില്ലണ്ടല്ലേ പെണ്ണേ. നീ വരണ്ടേ മാനത്. What the hell is this? This is a milkshake. അല്ലേ? അതെ. You call this a milkshake? You know our hotel should be proud. We have the only chef in the whole world who can't make a milkshake. Indians can make a milkshake. സാറിന്റെ ലീവിന്റെ കാര്യം? You want leave? Learn how to cook first. Then we will see. പോണം. ஏண்டா உனக்கு கொஞ்சம் கூட டைமிங் கிடையாதா? லீவ் மேட்டர்ஸ் அதை പിടിച്ച്. എന്തായാലും അവന്റെ വാലിക്കടെ കേൾക്കേണ്ടി വരും. അവനെ എന്നെ മിൽക്ക് ഷേക്ക് ആയിട്ടൊക്കെ പഠിപ്പിക്കണം. കൊച്ചിക്കാരടുത്ത് അവന്റെ കളി. ടോണെടുത്ത് കളിച്ചാ പണി മിൽക്ക് ഷേക്കിൽ കിട്ടും. അയ്യോ. Milkshake. Now that's what I call a real milkshake. Thank you, sir. Thank you. Fantastic. അങ്ങനൊന്നുമില്ല. You Malayalis won't do a thing right till your ass gets kicked.
You can take leave now. Thank you, sir. അതെ, ഈ പാർട്ടിക്ക് വന്നാ മാത്രം പോരാ, നീ കുറച്ചുകൂടെ ഒന്ന് ലൂസായത് മതി. ഇതാ ഞാൻ പറഞ്ഞ തനിക്ക് ധൈര്യം ഇല്ലാന്ന്. എനിക്ക് ഇത്തിരി ധൈര്യം കുറവാ. ഇനി അത് പറഞ്ഞ് എന്നെ പറ്റിക്കണ്ട. ഇതൊക്കെ ഇവിടെ എന്തൊരു കഷ്ടപ്പെടുന്ന അറിയാമോ? ഇതങ്ങനെ അടിച്ചാൽ എല്ലാം ശരിയോ. പിടിച്ചോ, അത് വാങ്ങിക്കേ. ആ ചുമ്മാ അടിച്ചു. പിന്നല്ലാണ്ട് മാതാവേ. അയ്യോ, എന്തുവാടി ഇത്? കുട്ടി ട്രൗസറോട് നടക്കാൻ നീ എന്താ മദാമയാ? കർത്താവേ, നീ കുടിയും തുടങ്ങിയ? ഒന്നും പറയണ്ട എടി, ഞാൻ നിന്നെ വിട്ടേന്റെ വിഷമം തീർക്കേണ്ടത് ഇങ്ങനല്ല. അതിനൊക്കെ വേറെ വഴിയുണ്ട്. ഇങ്ങ് വാ, പറയാ. എന്താടി ഇത്ര ബലം പിടിക്കുന്നേ? ഞാൻ മനസ്സ് വെച്ചിരുന്നെങ്കിലേ മനസ്സമ്മതത്തിന് മുമ്പ് പലതും നടന്നേനെ. എന്താടി മനസ്സിലായില്ല? നിനക്ക് ഞാൻ കാണിച്ചടി. ഇപ്പൊ തന്നെ നിന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ അവരോട് എല്ലാം ഞാൻ പറയും. അവരും അറിയട്ടെ മോളുടെ ലീലാവിലാസം. വിളിക്കുമ്പോ ഇതും കൂടി പറഞ്ഞോ. നിന്നോടൊക്കെ ദൈവം ചോദിക്കും. ഏതാണ് ചാരത്തൂരുമ്മി നിന്ന് ചുണ്ടിൽ ചുണ്ടിൽ മുത്തം വെക്കണതാരാണ്? ആരാണ്? എന്നാൽ സ്കീമിൽ ചേഞ്ച് വരുത്തി വേറൊന്നു വീശുവാണേ. തന്നെ തോടിച്ചു വന്നൻ ചാരത്തൂരുമ്മി നിന്ന് ചുണ്ടിൽ ചുണ്ടിൽ മുത്തം വെക്കണതാരാണ്? ആരാണ്? ആരാണ്? നോക്കാൻ തന്നു പോവെന്നേ. സണ്ണി
സ്വാമി റൂട്ട് മറ്റി കണ്ടപാട് ബോളിവുഡ് അല്ല നാട്ടിൽ പാടിയ നേരത്തിന്നൊരു പൂരം മേളം ആക്കത കേട്ട് വളർന്നൊരു കൊച്ചു കരഞ്ഞത് പോരും താളമടിച്ച് കടലിൻ തിരിയിൽ പോകിയ കല്ലിൽ മുട്ടുമടക്കി ചുവടുകൾ വെക്കേ കുരളിച്ചട്ടം കൈകൾ തട്ടി മാർപ്പ് വിളിച്ചത് മാടി മതിക്കെ ആകെ തരികളെ മൃഗത്തെ തെന്നിത്തോട് ചുവന്നൻ ചാരത്തൂരുമ്മി നിന്ന് ചുണ്ടിൽ ചുണ്ടിൽ മുത്തം വെക്കണതാരാണ് ആരാണ് ചേഞ്ച് വരുത്തി വേറൊന്നു വീശുവാനേ തെന്നിത്തോട് ചുവന്നൻ ചാരത്തൂരുമ്മി നിന്ന് ചുണ്ടിൽ ചുണ്ടിൽ മുത്തം വെക്കണതാരാണ് ആരാണ് ചിന്നിയ ചെറുമഴയോരം താരത്തരിവള മുത്തണമുകിലും വന്നേ ചായവരാരിൻ കൊമ്പത്തൊരു കിളിമകളായി കുറുകണ കനവിൻ മുത്തുകൊരുത്തി മാറത്തണിയണ നേരത്തരിയൊരു മുല്ലകളാടി ചെറുകിളി ചിന്നിയ ചെറുമഴയോരം താരത്തരിവള മുത്തണമുകിലും വന്നേ ചായവരാരിൻ കൊമ്പത്തൊരു കിളിമകളായി കുറുകണ കനവിൻ മുത്തുകൊരുത്തി മാറത്തണിയണ നേരത്തരിയൊരു മുല്ലകളാടി ചിറ്റട് പവനോട് വളയിട് തലയിട് കതിരുകൾ അണിയണ നിലവുകൾ ഉടനെ ചിറ്റട് പവനോട് വളയിട് തലയിട് കതിരുകൾ അണിയണ നിലവുകൾ ഉടനെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാ പിടിച്ചോ. ഇന്നലെ എന്താ നടന്നെന്ന് എനിക്ക് ഒരു ഓർമ്മയുമില്ല. ആണ് ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ? അന്നമ്മ അബദ്ധമൊന്നും കാണിച്ചില്ല. പക്ഷേ ആൻ she was fun. I liked her. ഞാൻ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്ത ദിവസം ഇന്നലെയാ. ഇതിനു മുൻപ് എന്ത് ബോറിംഗ് ആയിരുന്നു എന്ന് ഇപ്പോഴാ മനസ്സിലായത്. നമ്മുടെ ലൈഫ് ബോറിംഗും എക്സൈറ്റിംഗും ആക്കുന്നത് നമ്മൾ തന്നെയാ. എക്സൈറ്റിംഗ് ആയി ജീവിക്കണമെങ്കിലേ ഗട്സ് വേണം. ഇഫ് യു ഹാവ് ദാറ്റ് എവറി ഡേ ഈസ് പാർട്ടി. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. ഇവിടെ ഇങ്ങനെ ഒരു പ്രോബ്ലംസും ഇല്ലാതെ ഹാപ്പി ആയിട്ട്. ഓ, ഹാപ്പി ആവാൻ ഭാഗ്യമൊന്നും വേണ്ടെന്നമ്മേ, നമ്മൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഇപ്പൊ ഇവരുടെയൊക്കെ ലൈഫിൽ ഒരു പ്രോബ്ലം ഇല്ലെന്ന വിചാരം. ആരിൽ നിന്നും തുടങ്ങണമെന്ന് എനിക്കറിഞ്ഞു. ആ കൂട്ടത്തിലെ കോമാളിയിൽ നിന്നും തന്നെ തുടങ്ങും. ടോണി അവന്റെ അച്ഛന്റെ ഹോട്ടലാ കാണുന്നത്. തന്തപ്പടി വടിയായപ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരൻ വേറെ അതിലൊരു കൊച്ചുകൊണ്ട് സ്വത്തിന്റെ ഒരു നയാ പൈസ അയാൾ ഇവന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗതികെട്ട് സ്വന്തം ഹോട്ടലിൽ അച്ഛൻ കഴി ജോലി ചെയ്യായി പാവം. ഇനി നമ്മുടെ താരയുടെ കാര്യം. അവൾക്ക് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഉള്ള ഒരു കുടുംബമുണ്ട്. വീട്ടുകാരുടെ കടം വീട്ടാനാ അവൾ ഇങ്ങോട്ട് വന്നത്. കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് കടവും വീട്ടി ചേട്ടനെ ഡോക്ടറും ആക്കി. പക്ഷേ ഇപ്പൊ ഡോക്ടർക്കും കുടുംബത്തിനും അവളെ തറവാട്ടി കയറ്റാൻ കൊള്ളാത്തവളായി. അല്ല, നാട്ടിൽ ഈ മസാജ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സാണല്ലോ. പക്ഷേ ഇതൊന്നും അവിടെ ക്യാഷ് മേടിച്ചപ്പോ ചേട്ടനും കുടുംബത്തിനും തോന്നിയില്ല. ഇപ്പൊ ഈ കാണുന്ന കൂട്ടുകാരൊക്കെയാ അവക്കാകെയുള്ള കുടുംബം. അന്നമ്മയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടിച്ചെല്ലാൻ ഒരു വീടുണ്ട്. അവിടെ അപ്പച്ചനും അമ്മച്ചയും അനിയനും ചേർന്നുള്ള കുടുംബമുണ്ട്. ഡു യു റിയലൈസ് ഹൗ ലക്കി യു ആർ? അവർക്കെല്ലാം ഓരോ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും ഫ്രീ ആയി എൻജോയ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. ബിറ്റർ ടൈംസ് മേക്സ് ദ സ്വീറ്റ് വൺസ് ബെറ്റർ. അവർക്കറിയാം സന്തോഷത്തിന്റെ വില എന്താണ്. നമുക്ക് പാസ്റ്റിനെയോ ഫ്യൂച്ചറിനെയോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കാകെ നിയന്ത്രിക്കാവുന്നത് ഈ നിമിഷമാണ്, ദിസ് മൊമെന്റ്, ആൻഡ് മേക്ക് ഇറ്റ് കൗണ്ട്. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ട്രസ്റ്റ് മീ, ലൈഫ് ഈസ് ടു ഷോർട്ട് ഫോർ റിഗ്രറ്റ്സ്.
അമ്മച്ചി കാണാനില്ല. ഇരിക്ക്. ഇരിക്കടി ഇവിടെ. ഇപ്പൊ കാണാവോ മോളെ? നീ എന്താ മോളെ ഇനിയും വരാത്തെ? ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അമ്മച്ചി. എന്തായാലും വന്നല്ലേ. അതാ നല്ലത്. കാണാൻ കുറെ നല്ല സ്ഥലങ്ങളുള്ള രാജ്യമല്ലേ. എന്നാലും നീ എങ്ങനെയാ മോളെ ഒറ്റയ്ക്ക്? ഞാൻ ഒറ്റയ്ക്കല്ല അമ്മച്ചി. ഞാൻ ഇവിടെ ഒരു കോട്ടേജിലേക്ക് താമസം മാറ്റി. ഇവിടെ എനിക്ക് കുറെ കൂട്ടുകാരുണ്ട്. കൂട്ടുകാരോ? ഒന്ന് വരാമോ? ഇതാണ് ഒരാള്, താര. ഹായ്. മോളവിടെ ജോലി എടുക്കുവാണോ? I am a massage therapist. എന്താടാ മോളെ ഞങ്ങൾ പിന്നെ വിളിക്കാം. ഓക്കേ അമ്മച്ചി. ബൈ. ബൈ. கிட்டத்தட்ட எல்லா தினமும் இதுதான். நல்லா நினச்சி நிற்கிற பசங்களை எல்லாம் கனவுதான் காணும். என் விதியால் இப்படிப்பட்ட பசங்க தான். ப்ளீஸ் சார், e-tips are not allowed on the massage table. തിമിരി പാറ് ഒന്ന് ഒറ്റന ഗാലി ആയിടൂ. What happened, sir? What's happening? Sir? What the hell did you do? I don't know, sir. He started coughing all of a sudden. Do something, otherwise you'll end up in the prison. ഇയാളുടെ തൊണ്ടയിൽ നട്സ് കുടുങ്ങിയതായിരിക്കും. Hey, what are you doing? Get away from him right now. Please, sir. She's trained nurse. She can help. You saved not only her job, but the goodwill of the hotel too. Thank you very much. ചന്തി. ചന്ദിന്റെ അപ്പൻ. യെസ് ഡാർലിംഗ്. വാ കേറി വാ. വാന്നേ. അവിടെ താടിയൊക്കെ പശു നോക്കിയ പോലെ വേഗം തോർത്തിക്കോ, ഇല്ലെങ്കിൽ പനി വരും. എന്നാ ഇന്തോനേഷ്യക്കാരത്തിൽ അടി കിട്ടിയിട്ട് പതുരുടെ തലയുടെ കിളി പോയി. നിങ്ങളോടൊക്കെ മര്യാദക്ക് ഒരു നന്ദി പറയാൻ പോലും പറ്റിയില്ല. മോന്തക്കിട്ട് തന്നേനു. അയ്യോ അങ്ങനല്ല, അതെന്റെ കയ്യിലിരിപ്പിന് എന്റെ സ്വന്തം ചേട്ടൻ എന്നെ തല്ലിയതായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. പിന്നെ ഒന്നുമല്ലെങ്കിലും നിങ്ങളൊക്കെ സ്വന്തം പെങ്ങളെ പോലെ നോക്കിയില്ലേ എന്റെ അന്നമ്മേ. എന്ത് നിന്റെ അന്നമ്മേ? അതെ ലോണിക്കുട്ട, വൈകിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കി. റോമിയോക്ക് ജൂലിയറ്റിനെ കൂട്ട്, മജ്നുവിന് ലൈലയെ പോലെ, ജയറാമിന് പാർവതിയെ പോലെ, ബിജുമേനോന് സംയുക്ത വർമ്മയെ പോലെ. ദൈവം എനിക്കായി ഉണ്ടാക്കിയതവളെ, എന്റെ അന്നമ്മേ. എനിക്ക് എന്റെ അന്നമ്മയെ തിരിച്ചു വേണം. അതെ, അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ചേട്ടാ പറ്റില്ലെന്ന് പറയില്ല ചേട്ടാ. പ്ലീസ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, കാലുപിടിക്കാൻ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒന്ന് സഹായിക്കാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. മീശ ചേട്ടാ എന്തോ. പക്ഷെ ഇതൊക്കെ സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെ? എന്റെ ചേട്ടാ, മര്യാദയ്ക്ക് അപ്പനും അമ്മച്ചിയും പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ വീട്ടിലിരിക്കേണ്ട പെണ്ണ ഇപ്പൊ കണ്ടോമാരുടെ കൂടെ എന്റെ മുന്നിൽ കിടന്ന് കൂത്താടുന്നേ. എന്നാ ചിക്കൻ വേണ്ട, അതെന്നാ
അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മച്ചാൻ എന്തിനാ അന്നമ്മ കിட்ட കട്ട പോസ്റ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് സ്കൂട്ടായത്? മച്ചാനെ അവൾ ഇങ്ങനെ മാറുന്നു ഞാൻ അറിഞ്ഞോ? മച്ചാ ഫിഷ് കഴിക്കും. അതെ, അവിടെ പള്ളിയും പട്ടക്കാരെടുക്ക് നടന്ന പെണ്ണ. അന്നൊന്നും തൊടാൻ പോലും സമ്മതിക്കില്ല. അവിടെ വെറും ചാള നടന്ന പെണ്ണ. ഇവിടെ ഒന്നും നമുക്ക് മത്സ്യം പോലെ. എടാ മോനെ, പോയത് പോയി. എടാ നിന്റെ കാമുകിക്ക് എന്താണ് ഒരു കുറവ്? അവള് നല്ല അല്ലേ? ചേട്ടൻ കണ്ടിട്ടില്ലേ അവൾ എനിക്കിട്ട് പെരുമാറുന്നേ? അത് പിന്നെ പോട്ടെ. അവക്കേ എന്താണെന്ന് എന്താണെന്നാ? Come on, Chandi. I want to make love. No, we already 3 no. Hey, one more, please. No, please. Hey, come on, Chandi. 4 തവണ അവളാ പോടാ. ചിലപ്പോ 10 തവണ വരെ പോകാറുണ്ട്. 10? പറയടാ. അത് പിന്നെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ. നല്ല അസല് പൂത്ത കാശ്. ഇവിടെ ഒന്നൊന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതിയതാ. ഇപ്പൊ രാവിലെ അടുക്കളയിലും വൈകുന്നേരം ബെഡ്റൂമിലും അടിമപ്പണിയേ. ഞാൻ ഈ പൊക്കമൊക്കെ വെച്ച് എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എന്നാലും സണ്ണി പോയി 4 തവണ എന്നൊക്കെ പറയുമ്പോ നടക്കണ ഈടാ അതൊക്കെ ഓരോരോ ടൈംസ് പോലെ ഇരിക്കും. അല്ല മച്ചാനെ, 4 തവണ എന്റെ മച്ചാനെ അത് വിട്. എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റൂ. അന്നമ്മയും കൊണ്ട് നാട്ടിൽ ചെന്നില്ലെങ്കിൽ അപ്പച്ചൻ എന്നെ വീട്ടിൽ കയറ്റൂല. ഇനി നിങ്ങൾ വിചാരിച്ചാൽ എന്തിനും നടത്താൻ പറ്റൂ. മോനെ ചാണ്ടി വിട്ടോടാ. അപ്പൊ എന്റെ പ്രശ്നങ്ങളൊക്കെ മച്ചാൻ വിട്ടു. അല്ല മച്ചാനെ, എന്റെ കള്ള്, എന്റെ ഫിഷ്, എന്റെ ചിട്ടൻ ചില്ലി നമുക്ക് ശരിയാക്കാന്ന്. എന്താണ് ചാണ്ടി പണി തരുമോ കർത്താവേ? അല്ല ഈ 4 ടൈംസ് ഒക്കെ വെറുതെ പറഞ്ഞായിരിക്കും. അതല്ലേ? ഒന്നുമില്ല, ഞാനേ But chicken ഒരു ടേസ്റ്റ് യമ്മി പൊളിച്ച്. You should have seen his മോന്ത. അവനെന്ത് സൈസ് പൊട്ടാണ്. നമ്മുടെ ചാണ്ടിക്കിട്ട് കൊടുത്ത പണിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതാ വേണോ സണ്ണിച്ച? നമ്മുടെ അന്നമ്മയ്ക്കാകെ ഒരു ഡള്ള്. എന്തു പറ്റി? വന്നപ്പോ മുതൽ ഷീസ് ടെല്ലിംഗ് ഈ ഐലൻഡ് ഫുൾ കങ്ങറണോ. ബട്ട് ഇവന്റെ ചേട്ടൻ ലീവ് തരണില്ല. Who knows Bali better than you, സണ്ണിച്ച? അണമയും കൊണ്ടൊരു ട്രിപ്പ് പോണം. എപ്പ പോണം? ഞാൻ റെഡി. بحبك 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 في الخدع جميل الجميل بحبك في الخدع بحبك 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 في الخدع جميل الجميل بحبك في الخدع بحبك 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 في الخدع جميل الجميل بحبك في الخدع പിച്ചകപ്പൂ ചെപ്പിലോലും മുട്ടുപോലെ ചിത്രമണി ചിപ്പിയിലെ മുത്തുപോലെ ഏഴാം കടലു കടന്നാൽ കാണാ കരയിലലഞ്ഞ ഏതോ കനവിൻ കുറുന്ന് കണ്ണോരം بحبك في
ഹലോ അങ്കിളെ, ഇത് ഞാനാ ചാണ്ടി. അങ്കിളിന് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലായി. അതുകൊണ്ടാ ഇവിടെ അന്നമ്മയ്ക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ പിന്നാലെ നടന്നു നോക്കുന്നത്. അന്നമ്മേ നോക്കേ, അതിന് നീ എവിടെയാ? ബാലിയില്. എന്നെ കാണാനല്ലേ അവൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അങ്കിളെ, പറയുന്നുണ്ടൊന്നും തോന്നരുത്, അവളുടെ പോക്കത്ര ശരിയല്ല. മദർ സെന്റിമെന്റ്സ്. ഹലോ ഹലോ ആന്റി, ചാണ്ടി കുഞ്ഞാണേ. ജോജിയെ വിളിച്ചാലോ? ജോജി കുട്ടാ. ഹലോ ജോജിക്കുട്ടാ, ചാടിച്ചാനടാ. എടാ, നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ ആൻഡോ ചേട്ടനെയും ഗ്രേസി ചേച്ചിയും ഒക്കെ വിളിച്ചായിരുന്നു. അവർക്ക് ഫോൺ എടുത്ത് ഞാൻ അന്നറിയുമ്പോ തെറി വിളിച്ച് ഫോൺ അങ്ങ് വെക്കും. എടാ കുട്ടാ, ചക്കരേ, നീ കേൾക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. ഇവിടെ നിന്റെ ചേച്ചിയുടെ പോക്ക് ഒട്ടും ശരിയല്ല. കുട്ടി നിക്കറും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ബനിയനും. എടാ, സത്യം പറയാലോ, ഒരുവിധം എല്ലാ വസ്തുക്കളും കാണാം. പിന്നെ നിനക്കറിയോ, വെള്ളവടി വരെ തുടങ്ങി. വെള്ളമടിച്ച് കണ്ട ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നവരെ കാണാം. ഇന്നലെ ഇവിടെ ഒരു പുഴയിൽ കുറെ ആണുങ്ങളുടെ കൂടെ കുളിക്കുന്നത് ഞാൻ കണ്ടു. ഇന്നോർത്തെ എനിക്കിതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് നാൾ കൊണ്ടു നടന്നൊരു പെണ്ണിനോട് കാണിക്കേണ്ട ഒരു മര്യാദ, അത്രേ ഉള്ളൂ. മോനെ, അവിടെ വന്ന് നിന്റെ കൈയും കാലും തല്ലി ഓടിച്ച് കുടിച്ചിട്ടാ കേട്ടോ? കേട്ടു. എന്നാ ഫോൺ വെക്കണം. കുരുട്ടടയ്ക്കും വേണ്ട. ഓ, ഇപ്പൊ അങ്ങനെ തോന്നണ്ടല്ലേ? എന്റെ കെട്ടുറപ്പിച്ചപ്പോ ചാണ്ടിയുടെ വീട്ടുകാര് ജോലിക്ക് പോണ്ടാന്ന് പറഞ്ഞു. എന്റെ പ്ലാൻ എന്താണെന്ന് ആരും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞുമില്ല. അവന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കായിരുന്നു. ഇനിയും ടൈം കിടക്കണ്ടല്ലോ ഭായി. എന്തായാലും കല്യാണം നടക്കാൻ നന്നായി. അവൻ ആ ഇന്തോനേഷ്യക്കാരി പെണ്ണിനെയാണ് നല്ലതെന്ന്. തല്ലിക്കൊന്നല്ല ചാവൂല ശവത്തിന. അപ്പച്ചൻ എന്നെ അങ്ങ് തിരിച്ചു വിളിച്ചു. എന്നെ കാണലും ഞാൻ അവരുടെ ഒരേ ഒരു മോനല്ലയോ? ആ, അതെ 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 അതെ, പുന്നാര മോൻ. ഭാഗ്യത്തിന് ആ മൂദേവി ഇവിടെ ഇല്ല. ഫോറിൻ ടൂർ പോയേക്കുവാ. തിരിച്ചു വരുമ്പോ ചാണ്ടി ഇവിടെ കാണില്ല. ആ, അപ്പൊ ആ പെണ്ണിന് രക്ഷപ്പെട്ടു. പോടാ, നീ പോടാ. എണിക്കടി. എന്നെ കാണലും അന്ന മോൾ ആളാകെ മാറി. ഇപ്പോഴാണ് മോൾ അച്ചായന്റെ ഒരു റേഞ്ചൊക്കെ എത്തിയത്. എന്നെ തേടി നീ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോടുള്ള സ്നേഹം. ഇടയ്ക്ക് വെച്ച് മോൾ ഈ ലോക്കൽസിനോട് കൂടിയെങ്കിലും അച്ചാന് മോളോട് ദേഷ്യമൊന്നുമില്ല. ശരിക്കും ദേഷ്യമില്ലടി. നീങ്ങൊന്നേ കമ്മ മറി. എന്തായാലും അച്ഛൻ നീ നാട്ടിലേക്കല്ലേ, മോളോട് പോര്. വീട്ടിൽ നമുക്ക് സംസാരിക്കാം. ഞാൻ കെട്ടുവാണെങ്കിൽ നിന്നെ മാത്രമേ കെട്ടുള്ളൂ. ഈ ചാണ്ടിച്ചായൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷായില്ലേ? ഒന്ന് ചിരിക്കണോ? ചിരിച്ചതേ, ചിരിക്കുന്നു, ചിരിക്കണോ? താങ്ക് യു. ബൈ. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് ജീവിതകാലം മുഴുവൻ മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളാണ് എനിക്ക് കിട്ടിയത്. സണ്ണിച്ചായൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനതെല്ലാം മിസ് ചെയ്തേനെ. സണ്ണിച്ചായനും കൂട്ടുകാരും കൂടി
എന്നെ കുറെ മാറ്റി. ലോകത്തൊരാൾക്കും മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല. ഇപ്പോ ഈ കാണുന്നതാണ് അന്നമ്മ. അത് മനസ്സിലാക്കാൻ തനിക്ക് കുറെ സമയം വേണ്ടി വന്നു. അത് മനസ്സിലായപ്പോ യു ചേഞ്ച് യുവർ സെൽഫ്. അതിന് ഞങ്ങളോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഐ എം ഗോയിങ് ഹോം. ഇനി എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു തുടങ്ങണം. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്താ എല്ലാരും പ്രേതത്തെ കണ്ട പോലെ നിൽക്കുന്നത്? മിണ്ടാതിരിക്കണേ. ഞാൻ ചേച്ചി ഗ്ലാമർ എന്നല്ലേ പറഞ്ഞോളൂ. നീ അങ്ങനൊന്നും പറയണ്ടേ ഇപ്പൊ. ഇതിപ്പോ എന്ത് കോലാ മോളെ? നീ മുടിയിൽ എണ്ണയൊന്നും തേക്കാറില്ലേ? അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. നീ മിണ്ടിയേക്കരുത്. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ. എന്റെ മാതാവേ, ഇത് എന്നതാ മോളെ? നീ ആ ചാണ്ടിയെ കണ്ടോ? കണ്ടു. നീ എന്തിനാ ഞങ്ങളോട് നുണ പറഞ്ഞു പോയത്? സത്യം പറഞ്ഞ അമ്മച്ചി എന്നെ പോകാൻ അനുവദിക്കായിരുന്നോ? അവനെ കണ്ടിട്ട് അവനെ മോന്തിക്കിട്ട് പൊടിച്ചോ? എന്താ മോളെ? അവൻ എന്റെ പാസ്റ്റില്ല അമ്മച്ചി. ഇപ്പൊ എനിക്ക് കഴിഞ്ഞതിനെ കുറിച്ച് വിഷമവുമില്ല, വരാനിരിക്കുന്നതിനെ പേടിയുമില്ല. ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ എന്റെ തീരുമാനം. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ ജോലിക്ക് പോവാൻ തീരുമാനിച്ചു. ജോലിക്കോ? അല്ല മോളെ, അപ്പൊ കല്യാണോ? ഞങ്ങൾ നിനക്ക് വേണ്ടി നല്ലൊരു ചെക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. അമ്മച്ചി, എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്കിപ്പോ വലുത് എന്റെ കരിയറാ. അത് എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം, അല്ലേ പപ്പ? ആ, മോള് പറഞ്ഞാ ശരി. ഇപ്പൊ മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. ജോജിക്കുട്ടാ വാ. എനിക്ക് ആകെ ഒരു വിഷമേ ഉള്ളൂ. ആ ചാണ്ടിക്കിട്ട് ഒരു പണി കൊടുക്കണമായിരുന്നു. മോൻ, എന്റെ പൊന്നു മോൻ. എന്റെ അപ്പച്ചൻ. എടി ക്ലാരേ. അപ്പച്ച. ഓ കുഞ്ഞ്, എന്റെ ചാണ്ടി കുഞ്ഞ്. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോടാ. പരിഷ്കാരിയായി. എന്നാലും അപ്പച്ചന് നിന്റെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പച്ചന് സന്തോഷമായി പോലെ. മോനെ, എന്തിനാണ് നീ പോയത്? ഞങ്ങളൊരു വാക്ക് പറഞ്ഞ പോരായിരുന്നോ? എന്റെ ക്ലാരെ, പഴയതൊന്നും പറഞ്ഞ അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്നാലും അവൻ നേർവഴിക്ക് വന്നല്ലോ. നീ ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, പോയി കുളിച്ച് ഫ്രഷ് ആയി വാ. ഏയ്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പോയിട്ട് എന്റെ വീട്, എന്റെ വീട്, എന്റെ വീട്, എന്റെ വീട്. I know you would do this to me. Hannama gave me this idea. I was not on it, dude. I came and talked to your dad. Hannama told me he needed only money. That's why he called you. Now, I will marry you and torture you every day for the rest of your worthless life.
കാതിൽ വീഴുന്ന പാട്ടിൽ കുന്തേ തുള്ളിയോ ദൂരെ നിന്നും പൊരുന്ന കാറ്റും കൂടെ കൂടിയോ വീണ്ടും കാതിൽ വീഴുന്ന പാട്ടിൽ കുന്തേ തുള്ളിയോ ദൂരെ നിന്നും പൊരുന്ന കാറ്റും കൂടെ കൂടിയോ ശമമേഘമങ്ങു പെയ്തുത്തോരവേ മരവിലുവർണ്ണ മല കോർത്തു നിന്നുപോ